ഹായ് ഒരുവൻ. കഴിഞ്ഞ ദിവസം നമ്മൾ നിഫ്റ്റിയുടെ ഒരു നെക്സ്റ്റ് വീക്ക് അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് നിഫ്റ്റിയുടെ ഒരു ലെവൽസ് അറിയേണ്ട ആൾക്കാർക്ക് ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ബൈ ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്കുകളാണ്. അതിന് മുന്നേ ലാസ്റ്റ് വീക്കിൽ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ഫസ്റ്റ് സ്റ്റോക്കാണ് ഏഷ്യൻ ഹോട്ടൽ എന്ന് പറയുന്ന സ്റ്റോക്സ്. നമ്മളതിന് ഒരു എൻട്രി ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 230 ലെവലാണ്. കഴിഞ്ഞ ഒരു 1 വീക്ക് കൊണ്ട് നമുക്ക് നിയർലി 26% മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് MB ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കാണ്. 153 എബോ ആയിരുന്നു നമ്മൾ എൻട്രി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സ്റ്റോക്കും നിയർലി നമുക്കൊരു 15% റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ സ്റ്റോക്കുകൾ നമുക്ക് ഒരു 1 വീക്കിൽ തന്നെ ഇത്രയും റിട്ടേൺ കിട്ടുമ്പം നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ സൈസിങ്ങിൽ റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി SL ട്രയൽ ചെയ്യുകയോ ചെയ്യേണ്ടതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിനാരിയോയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടീഷൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിഫ്റ്റി ഓൾറെഡി ഒരു ബെയറിഷിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ മൂവ് ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചു വരാനുള്ള പ്രോബബിലിറ്റിയും സ്റ്റോക്കുകൾ കാണിക്കാറുണ്ട്. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ 475 എബോ ആയിരുന്നു അതിൻ്റെ ഒരു എൻട്രി ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ നിന്നും നിയർലി ഒരു 10% അപ്സൈഡിൽ പോയതിനു ശേഷം ഇപ്പോഴും അതൊരു ബൈ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് വീക്കിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ നിന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ, അതായത് 20th ഡിസംബറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലിന് ഹൈ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു എൻട്രി പ്ലാൻ ചെയ്താലും മതിയാവും, ഒരു സേഫ് എൻട്രി നോക്കുന്ന ആൾക്കാർക്ക്. അതല്ല, ചെറിയൊരു അഗ്രസീവ് എൻട്രി ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ചെറിയൊരു ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒരു 10% ക്വാണ്ടിറ്റി അലോക്കേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ് ക്യാംലിൻ ഫിൻസ് സയൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. 128 എബോ ആണ് ഈ സ്റ്റോക്ക് നമ്മൾ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം അവിടെ നിന്ന് നോക്കുവാണെങ്കിലും ഒരു 5% മൂവ്മെൻറ്റ് അത് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് റണ്ണിങ്ങിലാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ സ്റ്റോക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം, നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം വലിയ രീതിയിലൊരു പെർഫോമൻസ് ഒന്നും നിഫ്റ്റിയിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഫുള്ള് നിഫ്റ്റി ഒരു സൈഡ് വേസ് ഇൻസൈഡിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20th ഫ്രൈഡേ തൊട്ട് നോക്കുവാണെങ്കിൽ 1 2 3 4 5 ഡേയ്സ് നിങ്ങൾക്ക് മാർക്കറ്റ് സൈഡ് വേസ് മൂവ് ചെയ്തേക്കുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഈ വരുന്ന വീക്കിലേക്ക് വാങ്ങിക്കാൻ പറ്റിയ അല്ലെങ്കിൽ നോക്കാൻ പറ്റിയ കുറച്ച് സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്യാമ്പസ് ആക്റ്റീവെയർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയാണ്. ഇതൊരു ലെതർ ബേസ്ഡ് കമ്പനിയാണ്. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്ന ഒരു സോണാണ് 320 എന്ന് പറയുന്ന ഒരു ബൈ ലെവൽ. അപ്പോൾ ആ ഒരു 320 അല്ലെങ്കിൽ 22 എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു എൻട്രി പ്ലേസ് ചെയ്യാം. ഒരു സേഫ് SL കീപ്പ് ചെയ്യേണ്ട ആൾക്കാർക്ക് 276 SL പ്ലേസ് ചെയ്യാം. ദെൻ ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞോളം നിങ്ങളൊരു 5% അല്ലെങ്കിൽ 10% ഒക്കെ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 345 അതേപോലെ തന്നെ 360 നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താം. അതിനുശേഷം SL ട്രയൽ ചെയ്തിട്ട് ഒരു ലാർജർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഇത് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. ദെൻ പിന്നീട് നമുക്ക് നോക്കാൻ പറ്റുന്ന മറ്റൊരു സ്റ്റോക്കാണ് DCS സിസ്റ്റം ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. ഇതൊരു ഡിഫൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം നോക്കുവാണെങ്കിൽ 359 എബോ നിങ്ങൾക്ക് നോക്കാം. കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്പേസ് ബ്രേക്ക് ചെയ്തെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 359 അല്ലെങ്കിൽ 360 എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. ഒരു 320 ലെവലിലേക്ക് നിങ്ങൾക്കൊരു SL നോക്കാവുന്നതാണ് ഈ സ്റ്റോക്സിൽ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 385 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ദെൻ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 400 റേഞ്ച് നോക്കാം. ദെൻ ഈ വരുന്ന വീക്കിലേക്ക് നോക്കാൻ പറ്റുന്ന അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വക്രാങ്കി ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ടൈമിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ള ഒരു സോണാണ് 34 എന്ന് പറയുന്നത്, 34.96 എന്ന് പറയുന്നത്. അപ്പോൾ 35 എബോവ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നിങ്ങൾക്കൊരു എൻട്രി പ്ലേസ് ചെയ്യാം. ഇപ്പം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു 29.5 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ സ്റ്റോപ്പ് ലോസ് നോക്കാവുന്നതാണ്. ദെൻ
ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 37 നിങ്ങൾക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 40 സെക്കൻഡ് ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ.